ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനിതേ ഒരു കല്യാണം കൂടെ നാട്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഇപ്പോഴാണ് ഒന്ന് ടൈം കിട്ടിയത്. ഏട്ടൻ്റെ മാമൻ്റെ മോളുടെ കല്യാണമാണ്. രാവിലെ ഒരു 11:45 ആയപ്പോഴത്തേക്കും ഞങ്ങൾ റെഡി ആയിട്ടുണ്ട് അവിടേക്ക് പോവാൻ. ഇന്ന് കല്യാണ തലേ ദിവസമാണ് കേട്ടോ. ഏട്ടൻ്റെ സിംഗപ്പൂരിലുള്ള ബ്രദറും ഫാമിലിയും വന്നിട്ടുണ്ട്. അവരെല്ലാവരും പെട്ടിയൊക്കെ പാക്ക് ചെയ്തിട്ടാണ് ഇറങ്ങണത്. നെക്സ്റ്റ് ഡേ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ അവർക്ക് കോട്ടയം പോകാനുള്ളതാണ്. അരുണേട്ടന് തിരിച്ച് സിംഗപ്പൂരിലേക്കും പോകാനുണ്ട്. അങ്ങനെ ദേ എല്ലാവരും റെഡി ആയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനി കല്യാണ വീട് എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. ഒരു 1:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ചെർപ്പളശ്ശേരി എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കസിൻസ് കുറച്ച് പേരൊക്കെ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അവരെയൊക്കെ കണ്ട ശേഷം പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് അടിക്കാൻ പോയി. എല്ലാ കല്യാണ വീട് പോലെ തന്നെ ഇവിടെയും പന്തലും ചെറിയൊരു സ്റ്റേജും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സൈഡിലായിട്ടൊരു ഫുഡ് കൗണ്ടറും ഉണ്ട്. ലഞ്ചിന് ചോറ്, മീൻ കറി, അവിയൽ, ഓലൻ, ബീട്രൂട്ട് ഉപ്പേരി, പച്ചടി, അച്ചാർ, പപ്പടം, പായസം ഒക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഈ വർഷം എത്ര സദ്യ കഴിച്ചു എന്നുള്ളത് എനിക്ക് തന്നെ ഒരു പിടുത്തമില്ല. ഗണേശ ചതുർത്ഥിയുടെ അന്ന് തൊട്ട് തുടങ്ങിയതാണ്. പിന്നെ ഓണം കഴിഞ്ഞിട്ടും 4-5 വട്ടം സദ്യ കഴിച്ചു. ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം ഞങ്ങൾ വീടിൻ്റെ ഉള്ളിലേക്ക് പോകുന്നു. കുറച്ച് റെസ്റ്റ് എടുക്കാനും പിന്നെ കല്യാണ പെൺകുട്ടി ഉണ്ണിമായനെ കാണാനും. ശരിക്കുള്ള പേര് അപർണ എന്നാണെങ്കിലും ഞങ്ങളെല്ലാവരും അവളെ ഉണ്ണിമായ എന്നാണ് കേട്ടോ വിളിക്കുക. വൈകുന്നേരം 4-4:30 ആകുമ്പോഴത്തേക്കും ദക്ഷിണ കൊടുക്കൽ ചടങ്ങുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ണിമായുടെ മേക്കപ്പ് മുകളിലത്തെ റൂമിൽ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഫുള്ള് തിരക്കാവണതിൻ്റെ മുന്നേ എന്തായാലും അവളൊന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് തീരുമാനിച്ചു. സദ്യയും പായസവും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉറക്കമത്തിൻ്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ. ഞങ്ങളെല്ലാവരും കുറച്ച് നേരം അവിടെ ഇരുന്ന് വിശ്രമിച്ചു. വൈകുന്നേരം ലൈറ്റ്സും കൂടെ ഇട്ടപ്പോൾ ഒന്നുകൂടെ ഉഷാറായിട്ടോ. പിന്നെ ആൾക്കാരും വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈവനിങ് കഴിക്കാൻ ദോശയും ചായയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഒട്ടും വിശക്കുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ കഴിച്ചില്ല. ദക്ഷിണ കൊടുക്കൽ ചടങ്ങൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ കല്യാണത്തിന് ഞാനൊക്കെ കല്യാണത്തിൻ്റെ അന്ന് രാവിലെയാണ് കേട്ടോ ദക്ഷിണ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണല്ലോ കാര്യങ്ങൾ ചെയ്യുക. എനിക്ക് പിന്നെ ഇതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ടുള്ള അറിവൊന്നുമില്ല. നെക്സ്റ്റ് ഇനി ഫോട്ടോ സെഷനാണേ. ഇനി അടുത്തത് ഞങ്ങൾ പെൺപടയുടെ ഫോട്ടോ സെഷനാണ് കേട്ടോ. എല്ലാരും ചിരിച്ചിവിടെ നോക്കണേ. 1, 2, 3 go. ഇപ്പം അവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത് അവരുടെ എല്ലാവരുടെയും കയ്യിലുള്ള മൈലാഞ്ചിയുടെ വീഡിയോസും ഫോട്ടോസാണ്. ഓണത്തിന് നാട്ടിലേക്ക് വന്നില്ലെങ്കിൽ ഉണ്ണിമായുടെ കല്യാണം കൂടാനിപ്പോൾ വന്നുകൊണ്ട് ഒരുവിധം എല്ലാവരും കാണാൻ പറ്റിയിട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരും ഉൾപ്പെടുത്തി വീഡിയോ എടുക്കാൻ ശ്രമിച്ചിട്ടുമുണ്ട്. നല്ലൊരു മെമ്മറി ആയിരിക്കുമല്ലോ. ഒരു 7:30 ആയപ്പോഴത്തേക്കും ഡിന്നർ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വല്ലാതെ ക്രൗഡഡ് ആവണതിൻ്റെ മുന്നേ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് കഴിച്ച ഫുഡ് നല്ല ഹെവി ആയതുകൊണ്ട് ഈവനിങ് ഇവിടെ ദോശ ഉണ്ടാക്കി കൊടുത്തതൊന്നും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഡിന്നറിന് ഗീ റൈസ്, ചിക്കൻ റോസ്റ്റ്, അച്ചാർ, സാലഡ്, പൈനാപ്പിളിൻ്റെ ഒരു സ്ലൈസ്, വെജ് കുറുമയൊക്കെ ഉണ്ടായിരുന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഉണ്ണിമായുടെ ഫ്രണ്ട്സിൻ്റെയും ഡാൻസൊക്കെ കണ്ടത്. പിന്നെ കുറച്ച് നേരം അതൊക്കെ കണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരുമിച്ചുള്ളൊരു റീൽ എടുക്കണം എന്ന് പറഞ്ഞിട്ട് അതിന് പോയി. ഏട്ടനും ചന്തു രോഹിത്തും ഒന്നും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ അവർക്ക് കമ്പനി കൊടുക്കാൻ വേണ്ടി അവിടെ പോയി ഇരുന്നേ ഉള്ളൂ. ഇവരുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം 9:30-10 മണി ആയിട്ടും ഉണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ചുക്ക് കാപ്പി ഒന്ന് ടേസ്റ്റ് ചെയ്തു കേട്ടോ. ലേശം മധുരം അധികമായിട്ട് എനിക്ക് തോന്നിയെങ്കിലും ടേസ്റ്റ് നല്ലതായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് ഞാനും ഏട്ടനും ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ പോലും എടുത്തില്ലല്ലോ എന്ന് ഓർത്തത്. ഇന്ന് ഞങ്ങൾ നിൽക്കാൻ പോണത് ഏട്ടൻ്റെ മൂത്ത ബ്രദർ ഉണ്ണിക്കുട്ടേട്ടൻ്റെ വീട്ടിലാണ്. അത് ഇവിടുന്ന് അടുത്ത് തന്നെയാണ്. രാത്രി 1:30 ആയപ്പോഴത്തേക്കും ഉണ്ണിമായുടെ ഏട്ടൻ കണ്ണൻ കാനഡയിൽ നിന്ന് എത്തിയിട്ടുണ്ട്. അവൻ വന്ന് എല്ലാവരെയും കണ്ടുമുട്ടുന്ന വീഡിയോ എടുത്തു തരാൻ ഞാൻ രോഹിത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദേ കല്യാണ ദിവസം ആയിട്ടുണ്ട്. 9:30-ക്കാണ് മുഹൂർത്തം. അതുകൊണ്ട് നേരത്തെ തന്നെ റെഡി ആയിട്ടുണ്ട്. ഓഡിറ്റോറിയം ഇവിടെ തൊട്ടടുത്ത് തന്നെ. അവിടെ നല്ല സുഖമായിരുന്നു. സമാധാനമായിട്ട് നേരത്തിന് കാലത്തിന് എത്താൻ പറ്റി. എൻട്രൻസിൻ്റെ അവിടെയുള്ള ഈ ഒരു ഡെക്കറേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. എസ്തെറ്റിക്കലി നല്ല പ്ലീസിങ് ആയിരുന്നു. ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിൽ കയറിയതും ഞാൻ ആദ്യം കണ്ടത് കണ്ണനെയാണേ. ഹലോ. ചെർപ്പളശ്ശേരിയിലുള്ള ചൈതന്യ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ടായിരുന്നു കല്യാണം.
ഉണ്ണിമായി റെഡി ആയിട്ടുണ്ട്. ഇനി ഉണ്ണിമായനെ കൊണ്ടുവരാനുള്ള ഒരുക്കങ്ങളാണ്. സ്റ്റേജിൻ്റെ അവിടെ നല്ല തിരക്കായതുകൊണ്ട് ഈ താലികെട്ടൊക്കെ സ്ക്രീനിൽ നിന്നാണ് കേട്ടോ കണ്ടിട്ടുണ്ടായിരുന്നത്. താലികെട്ട് കഴിഞ്ഞ് കുറച്ചായപ്പോഴത്തേക്ക് അമ്മയും നമ്മുടെ അനിയത്തി എത്തി. ഏറ്റവും ചെറിയ അനിയത്തിക്ക് മാത്രം വരാൻ പറ്റിയില്ല. പക്ഷെ സാത്തൂനെ കണ്ടപ്പോൾ ഞാൻ ശരിക്കും സർപ്രൈസ്ഡ് ആയിപ്പോയി. അവൾ വരുന്നത് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. നല്ല തിക്കും തിരക്കായിരുന്നെങ്കിലും ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞങ്ങൾ സ്റ്റേജിൽ കയറി എല്ലാവരുടെയും കൂടെ ഫോട്ടോ ഒക്കെ എടുത്തു. ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ സദ്യ കഴിക്കാൻ വന്നു. ക്യൂവിൽ നിന്ന് ബുദ്ധിമുട്ടാൻ താല്പര്യമില്ലാത്തവർക്ക് അവിടെ സെപ്പറേറ്റ് ആയിട്ട് പ്ലേറ്റ് വിളമ്പി കഴിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കും അമ്മയ്ക്കും സദ്യ കഴിക്കുകയാണെങ്കിൽ വാഴൻ്റെ ഇലയിൽ തന്നെ കഴിക്കണമെന്ന് നിർബന്ധമുള്ളതുകൊണ്ട് ഉള്ളിൽ സീറ്റ് ഫ്രീ ആവണ വരെയും ഞങ്ങൾ വെയിറ്റ് ചെയ്തു. സാത്തൂന് ആദ്യ ലേശം മുഷിച്ചിലൊക്കെ വന്നെങ്കിലും പിന്നെ ആൾ കൂളായി. ഫുഡ് വിളമ്പി തീർന്ന നേരം കൊണ്ട് ഞാൻ ഞങ്ങളുടെ വീഡിയോ വെറുതെ എടുത്തതാട്ടോ. അങ്ങനെ വീണ്ടും ഞാൻ സദ്യ കഴിക്കാൻ പോവാണ്. ഇത്തവണ കുറേ സദ്യ കഴിച്ചെങ്കിലും മടുക്കൊന്നും ചെയ്തില്ല. അതന്നെ വലിയ കാര്യം. ഫുഡ് കഴിച്ച ശേഷം ഞങ്ങൾ തിരിച്ച് ഹാളിലേക്ക് തന്നെ വന്നു. തലേ ദിവസം റീലിന് വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ അപ്പോഴാണ് കേട്ടോ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഒറിജിനൽ വീഡിയോ കിട്ടാൻ വല്ല വഴിയുണ്ടോയെന്ന് ഞാൻ കുറേ നോക്കി. പക്ഷെ എനിക്ക് എവിടുന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സദ്യ കഴിക്കാൻ എല്ലാവരും പോയി. സ്റ്റേജ് ഒന്ന് ഫ്രീ ആയപ്പോൾ 1-2 കുഞ്ഞു പിള്ളേർ അവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ സാത്തൂനും അവിടെ ചെന്ന് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ ഞാനും എടുത്തു കൊടുത്തു. ഞാനും ഏട്ടനും ഹാളിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഫോട്ടോ എടുക്കാൻ. ഇവിടെ നിന്നിട്ടാണ് എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ ആ പൂക്കളും ഗ്രീനറി ഉള്ളതുകൊണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. സാത്തൂര് ഡാൻസ് വീഡിയോ വേണം പറഞ്ഞിട്ട് അതും എടുക്കുകയാണ്. സ്റ്റേജിൻ്റെ അവിടെ നിന്ന് ലേശം ചമ്മലുണ്ടായിരുന്നെങ്കിലും ഇവിടെ വന്നപ്പോൾ ആൾ സെറ്റായി. എൻ്റെ അച്ഛന് ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും നിൽക്കാൻ അത്ര ഇഷ്ടമല്ല കേട്ടോ. ഞാൻ പിടിച്ച് നിർത്തിയതാണ്. അമ്മ എവിടെയോ ലോസ്റ്റായിട്ട് നിൽക്കണമുണ്ട്. ബാക്കി എല്ലാവരും ഓരോരുത്തരുടെയും കൂടെ ഫോട്ടോ എടുക്കണതിൻ്റെ തിരക്കിലുമാണ്. അങ്ങനെ ദേ ഉണ്ണിമായും ചെക്കനും എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങുകയാണേ. ശ്രീരാഗനും നിമൂനും കല്യാണത്തിന് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ശ്രീയുടെ അമ്മയും അച്ഛനും പിന്നെ ചന്തുവിൻ്റെ അമ്മയുടെ ഒപ്പം കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞ ശേഷം ഞാനും എല്ലാവരോടും ടാറ്റ പറഞ്ഞിട്ട് ഇറങ്ങി. ഈ കല്യാണം കൂടാൻ പറ്റിയതിലും എല്ലാവരെയും കാണാൻ പറ്റിയതിലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പുതിയ വീഡിയോസായിട്ട് കാണുന്നത് വരെയും എല്ലാവർക്കും ബായ്.